ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ മഴക്കാലത്തെ സ്കിൻ കെയറിനെ പറ്റിയാണ്. ഇപ്പോൾ മഴക്കാലമാണ്, നമ്മുടെ സ്കിന്നിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു ടൈമാണിത്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യേണ്ടത് പോലെ അതിനെക്കാട്ടിലൊരു പടി മുകളിൽ കെയർ ചെയ്താലേ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ മഴക്കാലത്തെ സ്കിൻ കെയർ മഴക്കാലത്ത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായിട്ട് തന്നെ ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ദാഹിക്കും. നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ നിറയെ വെള്ളം കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മഴക്കാലമാകുമ്പോൾ നമുക്ക് ദാഹിക്കുന്ന പോലെ തോന്നാറേ ഇല്ല. അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേനൽക്കാലത്ത് കുടിക്കുന്ന പോലെ തന്നെ മഴക്കാലത്തും വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ വെള്ളം സ്കിപ്പ് ചെയ്യുകയോ ചെയ്യരുത്. വെള്ളം മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഇതേ സെയിം തിങ് ആണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല വെയിലാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പോകും. പക്ഷേ നമ്മുടെ മഴക്കാലമാണെങ്കിലും UV റേസ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ അത് സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടാവും. സ്കിന്നിന് ടാനൊക്കെ അടിക്കാനുള്ള ചാൻസ് മഴക്കാലത്തും ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും രാവിലെയും രാത്രിയിലും യൂസ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അടുത്തെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ രാവിലെയും വൈകിട്ടും നമ്മൾ രാവിലെ കുളി കഴിഞ്ഞും രാത്രിയിൽ കുളി കഴിഞ്ഞും നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു നനവോടെ തന്നെ ഒരു 3 മിനിറ്റ് ഗ്യാപ്പിൽ നിങ്ങൾ ഇടാൻ നോക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ തന്നെ മോയ്സ്ചറൈസർ വെക്കുക, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മോയ്സ്ചറൈസർ ഒരു 3 മിനിറ്റിനുള്ളിൽ ഇടാനായിട്ട് തന്നെ നോക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്തൊക്കെ കാരണങ്ങൾ വന്നാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യരുത്. അടുത്തായിട്ട് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. നമ്മളെപ്പോഴും സ്കിന്നിന് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. അതിപ്പം ഫ്രൂട്ട്സ് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി വെക്കണം എന്നില്ല. നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കിട്ടുന്ന പേരയ്ക്കാണെങ്കിലും പപ്പായ ആണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കിട്ടുമെങ്കിൽ അത് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. മാമ്പഴം അതൊക്കെ നമ്മുടെ സീസണൽ ഫ്രൂട്ടായിട്ട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ കിട്ടുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. വാട്ടർ കണ്ടൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക. കാരണം ഓൾറെഡി നമ്മൾ വെള്ളം കുടിക്കുന്ന കുറയും. ഫ്രൂട്ട്സ് ആകുമ്പോൾ അങ്ങനെയെങ്കിലും വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാട്ടർ മെലൺ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് മഴക്കാലത്ത് നല്ല നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നതിൽ ഫ്രൂട്ട്സ് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ നയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. അടുത്തായിട്ട് നമ്മുടെ ഫേസിനെ നമ്മൾ കെയർ ചെയ്യാനായിട്ട് നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ തന്നെ സെറമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും കൂടുതലും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പൊരിഞ്ഞിളകുന്ന പോലെ തോന്നുന്നത് മഴക്കാലത്തിൻ്റെ ഒരു ഇതാണ്. മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈയും കാലും ഒക്കെ പൊരിഞ്ഞിളകും. അപ്പം നിങ്ങളൊരു നല്ല മോയ്സ്ചറൈസറും അതേപോലെ തന്നെ നല്ലൊരു ബോഡി ലോഷനും ഒരു SPF അടങ്ങിയിട്ടുള്ള ബോഡി ലോഷനും ഒക്കെ യൂസ് ചെയ്യുക. അതും കുളിച്ചിട്ട് വരുമ്പോൾ തന്നെ ഒരു ചെറിയ നനവോടെ തന്നെ അപ്ലൈ ചെയ്യുക. ബോഡി നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ബോഡി നമ്മൾ അതേ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ബോഡി ലോഷനോ ഒരു മോയ്സ്ചറൈസറോ മഴക്കാലത്ത് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ ദേഹത്ത് ഈ പൊരിഞ്ഞിളകുന്നത് വരത്തില്ല. മെയിനായിട്ട് നിറയെ വെള്ളം കുടിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിത് ഉണ്ടാവില്ല. പക്ഷേ ഒരു മോയ്സ്ചറൈസർ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് മഴക്കാലത്ത് കൂടുതലും മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ഒഴിവാക്കുക. അതായത് അത്യാവശ്യം വലിയ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വലുതായിട്ട് മേക്കപ്പ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ അധികം മേക്കപ്പ് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറയുന്നത് നോർമലി സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ കണ്ണെഴുതുകയോ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതല്ലാതെ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്ന മേക്കപ്പുകൾ നമ്മൾ മഴക്കാലത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് മഴക്കാലത്ത് നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ പുതിയ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് നിർത്തുക. കാരണം പുതിയ പ്രൊഡക്ട്സ് നമ്മൾ മഴക്കാലത്ത് പരീക്ഷിക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ നമ്മുടെ സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്യുന്നത് നിർത്തുക.
ഇപ്പൊ നമ്മുടെ ബോഡിയുടെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബോഡി മീൻസ് നമ്മുടെ സ്കിന്നിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് നമുക്ക് കൂടുതൽ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ നല്ല തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് നോക്കുക. അതുപോലെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. നമ്മളുടെ ഫുഡിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. വറുത്തതും പൊരിച്ചതും ഉപ്പേരി പലഹാരങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതിന് പകരം നമ്മൾ ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വറുത്തതും ഇതൊക്കെ ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് നമ്മൾ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് ഒഴിവാക്കാൻ നോക്കുക. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്കിന്നിനെ പോലെ തന്നെയും നമുക്ക് അസുഖങ്ങൾ വരാനും മഴക്കാലത്ത് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം അതേപോലത്തെ ഉള്ള രോഗങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് നമ്മുടെ ഫുഡ്, നമ്മുടെ ആഹാര രീതിയിൽ നിങ്ങൾ ഒന്നും കൂടെ എക്സ്ട്രാ കെയർ കൊടുക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെന്താണ് മഴക്കാലം ആകുമ്പം നമ്മൾ പൊതുവെ എല്ലാവരും കുളിക്കുന്നത് കുറയ്ക്കും. എന്ന് വെച്ചാൽ വേനൽക്കാലം ആണെങ്കിൽ കുഴപ്പമില്ല, ചൂടെടുത്ത് രാവിലെ വൈകിട്ടൊക്കെ കുളിക്കും. പക്ഷെ മഴക്കാലം ആകുമ്പോൾ തണുപ്പാകും നമ്മളുടെ കുളിയും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്നും മുടി കഴുകണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ മുടി മോയ്സ്ചറാക്കി വയ്ക്കുക. ഈ മഴക്കാലം ആകുമ്പോഴാണ് നമ്മുടെ തലയിൽ കൂടുതൽ താരം വരാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. മുടി ഡ്രൈ ആയി പോകാൻ നോക്കുക. ഇടയ്ക്ക് ഓയിൽ മസാജ് ഒക്കെ കൊടുക്കുക. എന്നാൽ ഓയിൽ യൂസ് ചെയ്യാത്തവർ വല്ലപ്പോഴും നമ്മുടെ സ്കാൽപ്പ് ഒന്ന് സ്കാൽപ്പ് ഡ്രൈ ആവാൻ നോക്കുക. നിങ്ങളൊരു ചെറിയ ഓയിൽ മസാജ് കൊടുത്തിട്ട് അപ്പം തന്നെ ഷാമ്പു ഇട്ട് തലയിൽ എണ്ണ മുഴുവൻ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. മഴക്കാലത്താണ് കൂടുതൽ താരൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാനായിട്ട്. പിന്നെന്താണ്, നിങ്ങൾ ടോണറും അങ്ങനെ അധികം സെറം ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മളിട്ട് ഫേസ് നമ്മൾ കെയർ ചെയ്യാം. അപ്പോൾ മുടിയൊന്നും കുളിച്ചില്ലെങ്കിലും നിങ്ങൾ മുടിയൊക്കെ വൃത്തിയാക്കി വെക്കാനായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് സ്കാൽപ്പ് വൃത്തിയാക്കി സൂക്ഷിക്കുക. ആഹാര രീതിയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മഴക്കാലത്താണ് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഴക്കാലത്തെ ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.